നമസ്തേ, യോഗ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നിങ്ങൾ ഡെയിലി മസ്റ്റായിട്ടും ചെയ്യേണ്ട 5 യോഗ സ്ട്രെച്ചസ് അല്ലെങ്കിൽ യോഗാസനാസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ നമ്മൾ മുന്നേയും യോഗ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 5 എണ്ണം എങ്കിലും ഡെയിലി മസ്റ്റായിട്ടും ഇതുവരെ യോഗ ചെയ്യാത്തവരാണെങ്കിൽ പോലും ഈ ഒരു പ്രാക്ടീസ് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രാക്ടീസാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കത് ഏതെല്ലാമാണെന്ന് കാണാം. ആദ്യമായിട്ട് തന്നെ പരിചയപ്പെടുന്നത് ത്രികോണാസന, ട്രയാങ്കിൾ പോസാണ്. മാറ്റിനൊരു വശത്തോട്ട് നീങ്ങി നിന്നു. 1 ഇൻഹേൽ, കാലുകൾ അകത്തി, കൈകൾ ഷോൾഡർ ലെവലിൽ നീട്ടി, കാൽപാദം വലതുവശത്തോട്ട് തിരിച്ചു. എക്സേൽ ചെയ്തുകൊണ്ട് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. സൈഡ് ബെൻഡിങ് ആണ്. കൈ കാലിൽ എത്തിക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്, സൈഡിലോട്ട് ബെൻഡ് ചെയ്ത് സൈഡിൽ നിങ്ങൾക്ക് സ്ട്രെച്ച് കിട്ടുന്നുണ്ടോ എന്ന് അറിഞ്ഞ് ദൃഷ്ടി നേരെ ഉയർത്തി വെച്ചിരിക്കുന്ന കൈയിലോട്ട് നോക്കാം. 1, കൈപ്പത്തി മുന്നോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. കൈ കാണാൻ പറ്റുന്നില്ലെങ്കിൽ 2, 3, 4 and 5. ഓക്കെ, ശ്വാസം എടുത്ത് നേരെ വന്നു. അതേപോലെ എതിർവശം ഇടത് കാൽ ഇടതുവശത്തോട്ട് തിരിച്ചു. എക്സേൽ ചെയ്ത് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. മുന്നോട്ട് ആഞ്ഞു പോവരുത്, വശങ്ങളിൽ സ്ട്രെച്ച് കിട്ടണം. നിങ്ങളുടെ കാലിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് യൂസ്ഫുള്ളാണ്. സ്പൈനിന് വളരെ എഫക്റ്റീവാണ്. മിനിമം ഒരു 5 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 മുതൽ 10 കൗണ്ട് ചെയ്യുന്നത് വരെയെങ്കിലും നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഈ പൊസിഷനിൽ സാധാരണ ശ്വസനമാണ്. ശ്വാസം എടുത്ത് നേരെ വന്നു ആൻഡ് വിട്ടുകൊണ്ട് റിലീസ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ആസന ത്രികോണാസന, ട്രയാങ്കിൾ പോസാണ് ചെയ്തത്. രണ്ടാമത്തേതായി ക്യാറ്റ് ആൻഡ് കൗ അല്ലെങ്കിൽ ടൈഗർ ബ്രീത്തിങ് എന്ന് പറയുന്ന ആസന എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇരിക്കുന്ന പൊസിഷനിൽ വരിക. 4 കാലിൽ നിൽക്കുന്ന പോലെ. ഇതിൻ്റെ അളവ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കാൽമുട്ടുകൾ തമ്മിൽ ഒരു കൈമുട്ട് അകലം ഉണ്ടായിരിക്കണം. ദെൻ ഒരു കൈമുട്ടും ഒരു കൈപ്പത്തി കൂടി മുന്നോട്ടെടുക്കുക. റിസ്റ്റിന് നേരെ മുകളിൽ ഷോൾഡർ, ഹിപ്പിന് നേരെ താഴെ കാൽമുട്ട് വരണം. ശേഷം ശ്വാസം എടുത്ത് തല മുകളിലോട്ട്, നടുവ് താഴോട്ട് വളച്ചു കൊടുക്കാം. ശ്വാസം വിട്ട് സ്പൈൻ റൗണ്ട് ചെയ്യുക, താടി നെഞ്ചിനടുത്തോട്ട്. നമ്മൾ 5 തവണ റിപ്പീറ്റ് ആയിട്ട് ചെയ്യാം. ഇൻഹേൽ, തലമുകളിലോട്ട്. എക്സേൽ, സ്പൈൻ റൗണ്ട് ചെയ്തു. ഇൻഹേൽ, എക്സേൽ, നന്നായിട്ട് റൗണ്ട് ചെയ്യുക. വയറകത്തോട്ട് പുള്ളിൻ ചെയ്യുക. ഇൻഹേൽ, എക്സേൽ, വൺസ് മോർ. ഇൻഹേൽ, മെയിൻറ്റെയിൻ ചെയ്യാം. 1, 2, സാധാരണ ശ്വസനം. 3, 4, 5. എക്സേൽ ചെയ്തുകൊണ്ട് 1, 2, 3, 4 and 5. ഓക്കെ, സിറ്റിംഗ് പൊസിഷനിലോട്ട് വരാം. തൊട്ട് മുന്നേ ചെയ്ത ആസന ബാക്ക് പെയിൻ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസ് കൂടിയാണ് കേട്ടോ. കുറേ നേരം ഇരുന്നോ നിന്നോ ജോലി ചെയ്യുന്നവർക്ക്, നടുവിന് സ്ട്രെയിൻ ഉള്ളവർക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രാക്ടീസ് കൂടിയാണ്. മൂന്നാമത്തെ ആസന ബട്ടർഫ്ലൈ സ്ട്രെച്ച് ആണ്. കാലുകൾ രണ്ടും മുന്നോട്ട് നീട്ടി വെച്ചു. ശേഷം 2 കാലുകളും മുട്ടുമടക്കി കാൽപാദങ്ങൾ ചേർത്ത് വെച്ചു. കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു. സാവധാനം കാൽമുട്ട് താഴേക്കും മുകളിലേക്കും ഒന്ന് ഫ്ലാപ്പ് ചെയ്യാം. നടുവ് നിവർന്ന് നേരെ ഇരിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, വൺസ് ഒരു 10 ടൈംസ് കഴിഞ്ഞാൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. കൈ കൊണ്ട് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നീക്ക്, മുട്ടിന് ഓവറായിട്ട് ഫോഴ്സ് കൊടുക്കണ്ട. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നടുവ് നിവർന്ന് സ്പൈൻ ലെങ്തൻ ചെയ്യുക. ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക. ഷോൾഡർ ഡൗൺ. ഷോൾഡർ ഇങ്ങനെ ഇരിക്കരുത്. ഷോൾഡർ താഴേക്ക്, ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്തു, നടുവ് നിവർത്തി നേരെ ഇരിക്കണം. ഓക്കെ, പൊസിഷനിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ഇത് കംഫർട്ടബിൾ ആണെങ്കിൽ അടുത്തൊരു സ്ട്രെച്ച് കൂടി ഇതിനൊപ്പം തന്നെ ചെയ്യാം. ബദ്ധകോണാസന എന്നാണ് പറയുന്നത്. സെൻറ്ററിൽ നിന്ന് ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് സ്പൈനിനെ ലെങ്തൻ ചെയ്ത് നടുവ് നിവർത്തി താടി മുന്നോട്ട് വലിച്ച് എത്രയാണോ സാധിക്കുന്ന അത്ര മാത്രം. ഇങ്ങനെ തല കുനിച്ചല്ല വരേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പൈൻ ലെങ്തൻ ചെയ്തുകൊണ്ട് മുന്നോട്ട്. 2, 3, 4, 5, 6, 7 and 8. ശ്വാസം എടുത്ത് നേരെ. ഈ കൈ കോർത്ത് പിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൈ മുന്നോട്ട് നീട്ടി വെച്ചിട്ടും ഇതേ സ്ട്രെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ശ്വാസം എടുത്ത് നേരെ വരാം. ഇത് ഹിപ്പ് ഓപ്പണിംഗ് പ്രാക്ടീസാണ്. PCOD പോലെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്ക് മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ആസന കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ കാലുകൾ ചേർത്ത്
ഈ രീതിയിൽ ആ സ്ട്രെച്ച് ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചെയ്തത് ഈ കാലുകൾ വിടർത്തി വെക്കുന്നത് ഭദ്രാസന എന്ന് പറയും. പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് ബെൻഡ് ചെയ്യുന്നത് ബദ്ധകോണാസന എന്നും പറയും. ഓക്കെ, അടുത്തത് കിടന്നിട്ടുള്ളൊരു സ്പൈനൽ ട്വിസ്റ്റ് ആണ്. 4ാമത്തെ പൊസിഷൻ സുപ്പൈൻ പോസിൽ കിടക്കുന്ന പൊസിഷനിലോട്ട് വന്നു. 2 കൈകളും വശങ്ങളിൽ നീട്ടി വെച്ചിരിക്കുകയാണ്. ഒരു ടി പോലെ, ക്യാപിറ്റൽ ലെറ്റർ ടി പോലെ കൈകൾ വശങ്ങളിലായിട്ട് നീട്ടി വെച്ചു. ഒരു കാല്, വലത് കാല് മുട്ടും മടക്കി ഇടത് കാൽമുട്ടിനെ ക്രോസ് ചെയ്തോ അല്ലെങ്കിൽ കാൽമുട്ടിന് മീതെ ജെന്റ്ലി പ്രഷർ കൊടുക്കാതെ ജെന്റ്ലി വെക്കുക. ശേഷം ഇടത് കൈ യൂസ് ചെയ്യണമെങ്കിൽ വലത് കാൽമുട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇടത് വശത്തോട്ട്. ഓക്കെ, വലത് കൈ ഷോൾഡർ ലെവലിൽ നീട്ടി തന്നെ വെക്കുക. വലത് ഷോൾഡർ താഴോട്ട് പ്രസ് ചെയ്യുക. ഇടത് കാൽമുട്ട് എത്രത്തോളം താഴോട്ട് വരാൻ പറ്റുമോ ആ രീതിയിൽ വന്നാൽ മതി. താഴെ മുട്ടിക്കണമെന്ന് നിർബന്ധമില്ല. ലോവർ ബാക്കിൽ കിട്ടുന്ന സ്ട്രെച്ചിങ് അറിഞ്ഞാൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ദൃഷ്ടി നേരെ സെന്ററിലേക്ക് റൂഫിലോട്ട് നോക്കാം, അല്ലെങ്കിൽ വലത് കൈയിലോട്ട് നോക്കാം. ഒരു 10 സെക്കൻഡെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ശ്വാസം എടുത്ത് നേരെ വന്നു വിട്ടുകൊണ്ട് റിലീസ് ചെയ്യാം. അത് തന്നെ ഓപ്പോസിറ്റ് സൈഡ്. ഇടത് കാല് മുട്ടുമടക്കി കൈ ഷോൾഡർ ലെവലിൽ നീട്ടി വെച്ചു. ദെൻ വലത് കൈ കൊണ്ട് ഇടത് കാലിൽ പിടിച്ചു. എക്സേൽ ആൻഡ് ട്വിസ്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സൈഡിലെ ഷോൾഡർ, ഓപ്പോസിറ്റ് ഷോൾഡർ താഴെ പതിഞ്ഞിരിക്കണം. ഈ ഭാഗം ഉയർന്നു പോയാൽ നമുക്ക് ട്വിസ്റ്റ് കിട്ടില്ല. ഓക്കെ, നോർമൽ ബ്രീത്തിങ് ഒരു 10 സെക്കൻഡെങ്കിലും ലോവർ ബാക്കിൽ കിട്ടുന്ന സ്ട്രെച്ച് അറിഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യാം. ശ്വാസം എടുത്ത് നേരെ വിട്ടുകൊണ്ട് റിലീസ് ചെയ്യുക. ഓക്കെ, ശേഷം ഒരു സൈഡിലോട്ട് തിരിഞ്ഞ് എഴുന്നേറ്റിരിക്കാവുന്നതാണ്. ഫൈനലി നമുക്ക് ശശാങ്കാസനയോട് കൂടിയിട്ട് ഈ ആസന ഫിനിഷ് ചെയ്യാം. 5ാമത്തത് ശശാങ്കാസനയാണ്. ഉപ്പൂറ്റിയിലിരിക്കുന്ന പൊസിഷനിലിരിക്കുക, നടുവ് നിവർത്തി നേരെ. ശേഷം ശ്വാസം എടുത്ത് കൈമുകളിലോട്ട് ഉയർത്തി സ്ട്രെച്ച് ചെയ്ത് ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്തു. എക്സേൽ ചെയ്തുകൊണ്ട് മുന്നോട്ട്, എത്രത്തോളം നിങ്ങൾക്ക് മുന്നോട്ട് കുനിയാനായിട്ട് സാധിക്കുമോ ആ രീതിയിൽ കൈകൾ മുന്നോട്ട് സ്ട്രെച്ച് ചെയ്ത് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഹിപ്പ് ഉയർന്നു പോവാതെ എത്രയാണോ തല താഴത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന ആ രീതിയിലാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. തീരെ മുന്നോട്ട് വരാൻ സാധിക്കാത്തവർക്ക് കാൽമുട്ടൊന്ന് വൈഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ആദ്യം കാണിച്ചതിൽ കാൽമുട്ട് ചേർന്നാണ് ഇരിക്കുന്നത്. രണ്ടാമത്തേൽ കാൽമുട്ട് വൈഡ് ചെയ്താൽ ഇത്തിരി കൂടി വയറൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. സ്പൈനിന് ലെങ്തൻ ചെയ്താണ് കൊടുക്കുന്നത്. നടുവ് ഇങ്ങനെ വലിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുക. ഷോൾഡർ താഴോട്ട് മാറ്റിലോട്ട് മെൽറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ താഴോട്ട് ഓരോ ശ്വാസം എടുത്ത് വിടുമ്പോഴും ഷോൾഡർ താഴേക്ക്. നോർമൽ ബ്രീത്തിങ് ആണ്. ആവശ്യത്തിന് അത്രയും സമയം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാവുന്നതാണ് ഇതിൽ. അതിനുശേഷം ഉയർന്നു വരാം. ഇനി കാൽമുട്ട് അകത്തി വെച്ചിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പില്ലോ യൂസ് ചെയ്യാം, 1-2 പില്ലോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് യൂസ് ചെയ്യാം. ചിലപ്പോൾ ഇത്രയും ഉയർന്നായിരിക്കും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നത്. അപ്പം നെറ്റി ഈ ഒരു ബ്ലോക്കിലോ എന്തെങ്കിലും ഒരു സപ്പോർട്ട് യൂസ് ചെയ്തിട്ട് അവിടെ റിലാക്സ് ചെയ്യാം. ഇത്ര ഉയരം വേണ്ടാന്നുണ്ടെങ്കിൽ എത്രയാണോ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ റിലാക്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തത് 5 സ്ട്രെച്ചസ് അല്ലെങ്കിൽ യോഗ പ്രാക്ടീസാണ് ഡെയിലി മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവരാണ്, ഒത്തിരി നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ആ ഒരു ക്ഷീണം മാറാനായിട്ടും ഒന്നുകൂടി എനർജൈസ്ഡ് ആവാനായിട്ടെല്ലാം ഈ ആസനാസ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ 5 ആസനാസ് മാത്രം ചെയ്തതുകൊണ്ട് പരിശീലനം പൂർണ്ണമായി എന്നതല്ല. ശ്രദ്ധിക്കേണ്ടത്, തീരെ ഒന്നും പ്രാക്ടീസ് ചെയ്യാത്തവർക്ക് അല്ലെങ്കിൽ സമയമില്ലാത്തവർക്ക് ഈ പരിശീലനം കൊണ്ട് തുടങ്ങാവുന്നതാണ്. പതിയെ നിങ്ങളുടെ പ്രാക്ടീസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വരിക. സൂര്യ നമസ്കാരം, അതുപോലെ തന്നെ പ്രാണായാമ, മറ്റ് പരിശീലനങ്ങളും ചെയ്ത് ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ യോഗ പരിശീലനം നിത്യവും ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ കരുതുന്നു. ബാക്കി വീഡിയോസ് പ്ലേലിസ്റ്റിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 1 അവർ യോഗ സെഷൻ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കാര്യം കൂടി,
നമ്മളുടെ പുതിയ ഓൺലൈൻ യോഗ ബാച്ച് ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സൂം ആപ്പിൽ ലൈവായിട്ടാണ് സെഷൻ പോകുന്നത്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ യോഗ സെഷൻസും അവൈലബിൾ ആണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമസ്തേ.